ഈശോയെ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആമേൻ. ആരാധിക്കുമ്പോൾ സൗഖ്യം, ചേർന്ന് പാടാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവത്തെ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിരുന്നു. സ്നേഹത്തോടെ പാടാം. ദൈവത്തെ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിരുന്നു. നമ്മൾ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അടിവയറ്റിൽ കൈവെക്കാം. അതിനെന്തിനാണെന്നറിയോ? ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ, വെള്ളപ്പൊക്കത്തിൻ്റെ അസുഖമുള്ളവർ, പീരീഡ്സ് റെഗുലർ അല്ലാത്തവർ, പീരീഡ്സ് കറക്റ്റായിട്ട് കാലങ്ങളിൽ വരാത്തവർ, കുറേ ദിവസങ്ങൾ പീരീഡ്സ് നീണ്ടു നിൽക്കുന്നവരുണ്ട്. കടുത്ത വേദനയും ഛർദിയും നടുവേദനയും തളർച്ചയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളും യൂസ്ലെസ് ഡേയ്സ് ഇങ്ങനെ വരും. പേടിയാണ്. അതുകൊണ്ട് ചിലർക്ക് പെണ്ണായി ജനിച്ചു പോയത് തന്നെ പേടിയാണ് ഈ ഒരൊറ്റ വിഷയത്തിൽ. അത്രയും സങ്കടപ്പെട്ട് വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. അടിവയറ്റിൽ കൈവെക്കുക. അർശസ് രോഗികൾ, പിസ്റ്റുല രോഗികൾ, ഫിഷ് രോഗികൾ അടിവയറ്റിൽ കൈവെക്കുക. മൂത്രത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, യൂറിക് ആസിഡ് കൂടുതലുള്ളവർ, മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നവർ, മൂത്രം തുള്ളി കുത്തി വീഴുന്നവർ, മൂത്രം ഒഴിക്കാൻ പറ്റാത്തവർ ഒക്കെ ഇടത് അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലെ ഞാൻ ചെയ്ത ഉടമ്പടി, ഈശോ നാമത്തിലെ ചെയ്ത ഉടമ്പടി പ്രകാരം ഈശോ നാമത്തിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കൈവെക്കുന്ന ഇടങ്ങളിലെ മുഴുവൻ രോഗങ്ങള്, അറിയാവുന്ന രോഗങ്ങള്, അറിവില്ലാത്ത രോഗങ്ങള് യേശു നാമത്തിലെ യേശു നാമത്തിലെ യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ തത്സമയ സൗഖ്യങ്ങൾ നന്ദി പറയുന്നു. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം. ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം. ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദീപകാരുണ്യത്തിന് മക്കളെ, വെരിക്കോസിന് അസുഖമുള്ളവര്, വാതരോഗികള്, ശരീരത്തിൽ നുണുവ് പോലെയുള്ള ചിരങ്ങ്, ചൊറി, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങളുള്ളവർ, തൊലിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഓരോരോ വ്യത്യസ്തമായ രോഗങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. കർത്താവ് സൗഖ്യപ്പെടുത്താൻ പോകുന്നത്. പിന്നെ പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, എപ്പോഴും ശരീരത്തിൽ തറച്ച, ഉറക്കമില്ലാത്തവർ, ഉറക്കം കൂടുതലുള്ളവർ, എല്ലാം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മുഴുവൻ ശരീരപ്രകൃതി മാറി മറിഞ്ഞു പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്തന്മാരെ പോലെ ആയിപ്പോകുന്നവർ ഒക്കെ കൈ സ്വസ്തിക പോലെ വെക്കണം. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിന് സമർപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. കൈ സ്വസ്തിക പോലെ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നഖം മുതൽ ശിഖ വരെ കർത്താവിൻ്റെതാണ് എന്ന പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, എനിക്കറിയാവുന്ന രോഗങ്ങൾ, എനിക്കുള്ളത് അറിവില്ലാത്ത രോഗങ്ങൾ, ക്യാൻസർ പോലെ, മറ്റസുഖങ്ങൾ പോലെ അറിവില്ലാത്ത രോഗങ്ങൾ, ഇപ്പം വരെ അറിവില്ലാത്ത രോഗങ്ങളുടെ മേൽ അമ്മയുടെ മധ്യസ്ഥതയിലെ യേശുവിൻ്റെ അധികാരം ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാ നാമങ്ങളുടെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ
ഞാൻ സർവാംഗം യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, തലവാത രോഗിയെ സൗഖ്യപ്പെട്ട ദൈവമേ, അന്തന് കാഴ്ച കൊടുത്ത ദൈവമേ, ബദിരിന് കേൾവി കൊടുത്ത ദൈവമേ, ഉമന് സംഭാഷണം കൊടുത്ത ദൈവമേ, എല്ലാ രോഗഭാഗങ്ങളെ സുഖപ്പെടുത്തണമേ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. മക്കളെ, കൃപാസനത്തിൽ നിങ്ങൾക്കറിയാം, ഭൗതിക സാഹചര്യങ്ങളിലെ പരാധീനതയാണ്, അതിനുള്ള മരിയൻ പോംവഴികളാണ് ഉടമ്പടിയുടെ അന്തസത്ത. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ വീഞ്ഞ് മാത്രമല്ല ഇല്ലാത്തത്, അവർക്കതിൻ്റെ പേരിൽ സമൂഹത്തിൽ അവർ നാണം കെടാൻ പോകുന്ന ഒരു ഭൗതിക പരാധീനതയുണ്ട്. ഈ ഒരു വിഷയമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും, ഇപ്പോൾ ജോലിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും. അപ്പം നമ്മൾ നാണം കെടും. എന്നെ നാണം കെടുത്തല്ലേ എന്നാ നമ്മൾ ഉടമ്പടി ചെയ്തുകൊണ്ട് പറയണം ദൈവത്തോട്, അല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ, കാര്യം ദൈവത്തിൻ്റെ മകൻ മറ്റുള്ളവരുടെ മുമ്പിൽ തെണ്ടിയായി നിൽക്കുമ്പോൾ അതിൻ്റെ നാണക്കേട് ഇറക്കാവുന്നത് ദൈവത്തിനാണ്. എലിസബത്തൊക്കെ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവർ ആദ്യം പറഞ്ഞത് എന്താ? മനുഷ്യരുടെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന നാണക്കേട് കർത്താവ് പരിഹരിച്ചു. ഇപ്പം മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നാണം കെടുന്നത് നിസ്സാര കാര്യമല്ല. നിനക്ക് ജോലിയില്ല വന്നാലും, പരീക്ഷയ്ക്ക് തോറ്റാലും, സ്ഥലം വിൽക്കണില്ല എന്നുണ്ടെങ്കിലും, ബാങ്കുകാർ ജപ്തി ചെയ്താലും എല്ലാം അപമാന വിഷയങ്ങളാണ്. നീ അപമാനിക്കപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കണില്ല. ലയ അവഗണിക്കപ്പെട്ടതായിട്ട് കർത്താവ് കണ്ടു. അതുകൊണ്ട് അവൾക്ക് ഗർഭധാരണ ശേഷി കൊടുത്തു. അങ്ങനെ റാഹേലിനേക്കാൾ നേരത്തെ അവൾ പ്രഗ്നൻ്റ് ആയത്. നിൻ്റെ അപമാനപ്പെടുന്ന സാഹചര്യങ്ങൾ കർത്താവ് കാണുന്നൊരു വിഷയമാണെന്നുള്ളതാണ് ദൈവപൈതലിൻ്റെ ഏറ്റവും അഭിനിവേശകരമായ ആനന്ദം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഭൗതിക പരാധീനതകളെ, എൻ്റെ സാമ്പത്തിക കടങ്ങളെ, എൻ്റെ വീടില്ലാത്ത അവസ്ഥകളെ, എൻ്റെ വഴിയില്ലാത്ത അവസ്ഥകളെ, എൻ്റെ പരീക്ഷകളുടെ പരാജയങ്ങളെ, എൻ്റെ ജോലിയിലുണ്ടാകുന്ന പരാധീനതകള്, ശമ്പളമില്ലാത്ത അവസ്ഥകള്, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥകള്, ട്രാൻസ്ഫർ ഇല്ലാത്ത അവസ്ഥകള്, ട്രാൻസ്ഫർ ഉള്ള അവസ്ഥകള്, എല്ലാ പ്രാതികൂല്യങ്ങളും യേശു നാമത്തിലെ വീര്യമാകട്ടെ. കുളക്കലിൽ കിടന്നവന് സൗഖ്യം കൊടുത്ത കർത്താവേ, എല്ലാ രോഗങ്ങളെയും ദുരിതങ്ങളെയും ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ, വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെല്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. മക്കളില്ലാത്തവരും വിവാഹ താമസിക്കുന്നവരും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഈശോയുടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ എന്നെ ഒരുക്കിയ ഈശോയ്ക്കും അമ്മ മാതാവിനും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് സുന്ദർ രാജൻ. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽ കടവിള ഇടവയിൽപ്പെട്ട അംഗമാണ്. ഞാൻ
ഒരുപാട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിലുടനീളം സംഭവിച്ച ഒരുപാട് അനുഗ്രഹങ്ങളും കർത്താവ് എന്നെ രക്ഷിച്ച സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഏതാനും 2 മാസത്തിന് മുമ്പ് സംഭവിച്ച കാര്യമായിരുന്നു. ഞാൻ കുറേ നാളും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് തിരുപ്പൂരിൽ കുറച്ച് നാൾ നിൽക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ തിരികെ വരുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എനിക്ക് നടക്കുവാനോ സംസാരിക്കുവാനോ ഒട്ടും പറ്റാത്ത വിധം ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുകയും ശരീരം പൂർണ്ണമായി വിറയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ നിയോഗം പോലെ ഞാൻ എവിടെ പോയിരുന്നാലും കാശുരൂപം എൻ്റെ കയ്യിൽ കരുതുമായിരുന്നു. ഞാൻ ഉടൻ തന്നെ അവരെന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, എങ്കിലും ആദ്യം ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യും, എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥനയോടെ ഇരിക്കും. അമ്മ മാതാവ് എന്നെ രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാൻ ആയിരുന്ന ആ റൂമിൽ ഈശോയുടെ ഒരു സ്വരൂപവും അതിനോടൊപ്പം ഒരു കുരിശും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ അത് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കുറേ വൈറൽ ഫീവറിൻ്റെയും മറ്റ് രോഗങ്ങളുടെയൊക്കെ ചെക്കപ്പ് നടത്തി. ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇന്ന് രാത്രി എന്നെ CT സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാൻ എടുക്കാൻ പോയി. അപ്പോൾ തന്നെ ഞാൻ കാശുരൂപം എടുത്ത് ഉടമ്പടി തൈലമെല്ലാം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പൂശിയിട്ടാണ് ഞാൻ ഈ CT സ്കാൻ എടുക്കാനായിട്ട് പോയത്. CT സ്കാനെല്ലാം എടുത്ത് അന്ന് രാത്രി തന്നെ പിറ്റേ ദിവസം റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിനക്ക് അസാധ്യമായതൊട്ടൊന്നുമില്ല എന്ന് ഞാൻ പറയുകയും അങ്ങനെ ഈശോ അന്ന് രാത്രിയിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ കട്ടിലായിരുന്നപ്പോൾ രാത്രിയിൽ എപ്പോഴും കാശുരൂപം എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കും. അപ്പോൾ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഈ കട്ടിൽ പിടിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുലുക്കുന്ന ഒരവസ്ഥ. ഞാൻ അപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ വീണു പോകുമല്ലോ, ഇപ്പോൾ ഞാൻ കട്ടിലും താഴെ വീണു പോകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് കേട്ടൊരു ശബ്ദമാണ്, പിന്നെ നിനക്ക് സുഖം പ്രാപിക്കണ്ടേ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പാൻ രാവിലെ തന്നെ സിസ്റ്റേഴ്സ് വന്നു. അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ബ്ലഡിൻ്റെ അനലൈസിങ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് എടുത്തിട്ട് പോയി. അവർ ചെക്കപ്പൊക്കെ കഴിഞ്ഞു. അത് CT സ്കാനിൽ റിപ്പോർട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ വലത് ചെസ്റ്റ് കംപ്ലീറ്റ് ഇൻഫെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ 2 കിഡ്നിയും സാധാരണതിലധികം വീർത്ത് 2 കിഡ്നി ഇൻഫെക്ഷനായി. ഞാനൊരു മെഡിസിനും റെഗുലർ മെഡിസിൻ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് അമിതമായ അളവിൽ ഷുഗറും ക്രിയേറ്റിൻ വർദ്ധിക്കുകയും അങ്ങനെ യൂറിക് ആസിഡ് അമിതമായി വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി എൻ്റെ അവസ്ഥ അല്പം മോശമാണ്. ഡോക്ടർ പറഞ്ഞു ചിലപ്പം വീണ്ടും ICUയിലേക്ക് പോകേണ്ടി വരുമെന്ന്. അന്ന് തന്നെ ഡോക്ടർ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും തലേ ദിവസം ഉണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് 2-3 പോയിൻ്റ് കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു. അങ്ങനെ വീണ്ടും ഡോക്ടർ പറഞ്ഞു ചികിത്സയിൽ 7 ദിവസത്തോളം ഞാൻ അവിടെ അഡ്മിറ്റായി ഇരിക്കുകയും പൂർണ്ണമായി കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് സാധിച്ചു. വളരെ മോശമായ അവസ്ഥയിലായിരുന്നു, പറയാൻ പറ്റാത്ത വിധം മോശമായ അവസ്ഥയിലായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുമായിരുന്നില്ല, നടക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലും ദൈവകൃപയാൽ എന്നെ ഉയർത്തി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു. 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാനൊരു 7 വർഷത്തോളം എൻ്റെ ഉദരത്തിൽ ഭയങ്കരമായിട്ടുള്ള വേദനയും അസ്വസ്ഥതയും, എന്ത് കഴിച്ചാലും ഉടനെ ശബ്ദമുണ്ടാകുകയും ഇങ്ങനെ പൊളിച്ച് കയറുന്നത് പോലെയുള്ള അസ്വസ്ഥത എനിക്ക് എപ്പോഴും തോന്നുകയും വയറിങ്ങനെ അമിതമായി വീർക്കുകയും ചെയ്യും. അപ്പോൾ പല സുഹൃത്തുക്കളും പറഞ്ഞു ഒരു നല്ല ടെസ്റ്റ് നടത്തണമെന്ന്. അങ്ങനെ ഒരു പ്രശസ്ത ഹോസ്പിറ്റലിൽ പോയി എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും എല്ലാം എടുത്തു. അങ്ങനെ മരുന്ന് കഴിച്ചിട്ടും അതിന് ഒരു കുറവും ഉണ്ടായില്ല. ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാ ദിവസവും പ്രഭാതത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും അതിനോടൊപ്പം തേനും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നിരന്തരമായി കഴിക്കുകയും
ഒരു മരുന്നും ഉപയോഗിക്കാതെ തന്നെ എനിക്ക് എൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന സർവ്വരോഗങ്ങളും പൂർണ്ണമായി സൗഖ്യപ്പെട്ട്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ വയറിങ്ങനെ വീർത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ആ അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ അതിൽ നിന്നും ഈശോ എന്നെ സുഖപ്പെടുത്തി കരയറ്റി. അതിനുശേഷം മൂന്നാമത്തെ സാക്ഷ്യം, ഞാൻ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരുപാട് അകപ്പെട്ടു പോയി. കാരണം കുറച്ച് സഹകരണ ബാങ്കുകളിലൊക്കെ കുറച്ച് ക്യാഷ് നിക്ഷേപിക്കുകയുണ്ടായി. ആ ക്യാഷൊന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ ആയപ്പോഴത്തേക്ക് ഞാൻ മകളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് മെഡിസിൻ പഠിക്കാൻ ഫീസ് കെട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം പരീക്ഷ അടുത്ത് വന്നപ്പോഴതുവരെയും എനിക്ക് ഫീസ് അടയ്ക്കാൻ സാധിച്ചില്ല. 19 ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ഒരു ഹാൾ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ, എക്സാമിന് ഇരുത്തുകയുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലാണെങ്കിൽ ഏതാനും 7 ലക്ഷം രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. വേറെ പൈസ എങ്ങനെ കിട്ടും എന്നൊന്നും എനിക്കറിയില്ല, ഒരു ലക്ഷ്യവുമില്ല. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയും ഈശോയുടെ സാമീപ്യം ഉള്ളത് കൊണ്ട് മനസ്സിലൊരു ധൈര്യമുണ്ടായിരുന്നു. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റായി. അന്നേ ദിവസം 10 മണി വരെയും എനിക്കൊരു ലക്ഷ്യവുമില്ല. എൻ്റെ കയ്യിലുള്ള ഈ 7 ലക്ഷം രൂപ, 7 ലക്ഷം സംതിങ് എത്ര മാത്രമേ ഉള്ളൂ. മറ്റ് ഈ 19 ലക്ഷം രൂപ അടച്ചാൽ ഹാൾ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ എന്ന് മാനേജർ ഫോണിലൂടെ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ അന്നേ ദിവസം എൻ്റെ 10 മണിക്ക് ശേഷമാണ് ഞാൻ ചേച്ചിയുടെ അടുത്തും എൻ്റെ 1-2 സുഹൃത്തുക്കളുടെ അടുത്തും പൈസ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ് ചോദിക്കുകയുണ്ടായി. അവരൊരു മടിയും കൂടാതെ തന്നെ ദൈവമാതാവിൻ്റെ ഈശോയുടെയും സഹായത്തോടെ കൃപയോടെ അവരെനിക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണയം വെച്ചും അവരുടെ കയ്യിൽ നിക്ഷേപമായിട്ടുണ്ടായിരുന്ന പൈസയും പൂർണ്ണമായി എനിക്ക് എടുത്തു തരികയും, വീണ്ടും കുറച്ച് 2 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് വന്നു. അത് ഞാൻ വേറൊരു സുഹൃത്തിനെ അപ്പോൾ ഫോൺ വിളിച്ചതിന് ഞാനിങ്ങനെ ഒരു കണ്ടീഷനിലാണെന്ന് പറഞ്ഞു. ആ സുഹൃത്തും ഒരു മടിയും കൂടാതെ തന്നെ ആ ക്യാഷ് അപ്പോഴത്തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരികയും, ഏകദേശം 3 മണിയായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് 19 ലക്ഷം രൂപ എത്തിച്ചേർന്നു. ഞാൻ അവിടെ തന്നെ ബാങ്കിൽ നിന്നുകൊണ്ട് ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്ത് NEFT-യിലേക്ക് ഫോം ഫില്ല് ചെയ്ത് കോളേജിലേക്ക് അയക്കുകയും 19 ലക്ഷം രൂപ. അപ്പോൾ മകള് പറഞ്ഞു, പപ്പ എല്ലാ കുട്ടികളും ഹാൾ ടിക്കറ്റ് വാങ്ങിയിട്ട് പോയി, ഞാനിപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ പേടിക്കണ്ട, കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ദൈവം നടത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫീസ് NEFT വഴി അടയ്ക്കുകയും അപ്പോഴത്തേന് എൻ്റെ സ്ക്രീൻഷോട്ട് മാനേജർക്ക് അയക്കുകയും വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയും ചെയ്തു. ആ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കോപ്പി മകൾക്കും വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ആ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കോപ്പി കാണിച്ചിട്ട് മകൾ പോയി അവിടെ HR-ൽ പോവുകയും അവിടെ നിന്ന് തന്നെ അവരുടൻ തന്നെ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദൈവമാതാവും ഈശോയും ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കും. മനുഷ്യനായ നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ബോധ്യം കർത്താവ് നൽകി. അതിനോടൊപ്പം തന്നെ ഒരു തിരുവനന്തപുരത്തിലേക്ക് മാള ഹോസ്റ്റലിൽ വിടാനായിട്ട് ഞാനും ഫാമിലിയായിട്ട് ഇങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, കഴക്കൂട്ടം ബൈപ്പാസ് വഴി പോകുമ്പോഴത്തേക്ക് എൻ്റെ മുമ്പിൽ വേറൊരു മിനി ലോറി വേറൊരു ട്രാവൽസിനെ ചേസ് ചെയ്ത് പോവുമായിരുന്നു. ഞാൻ എൻ്റെ ഏതാനും 10 മീറ്റർ തൊട്ട് പിന്നിലെ വാഹനം ഞാനായിരുന്നു. ആ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും ആ വണ്ടി ഒരു ഭാഗത്തേക്ക് ചേരുകയും ഞാൻ സിനിമയിൽ പോലും കാണാത്ത വിധം ആ 2 സൈഡിലെ വീലിലും മാത്രമാവുകയും ആ വണ്ടി കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ട് വീണ്ടും ഡിവൈഡറിൽ പോയി തട്ടി തിരിച്ചു വരുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ, വളരെ ചെറിയ നാരോ സ്പേസിലൂടെ എൻ്റെ മകളും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. വൈഫ് വിളിക്കുകയായിരുന്നു. മകൾ പറഞ്ഞു, പപ്പ സ്പീഡ് കൂട്ടിക്കോ എന്ന്. അങ്ങനെ ഞാൻ വളരെ സ്പീഡ് കൂട്ടി. ആ വളരെ ചെറിയ ഒരു ഗ്യാപ്പിൽ കൂടെ ഞാൻ ആ സർവീസ് റോഡിലേക്ക് വീഴാതെ, വളരെ ആഴത്തിലായിരുന്നു സർവീസ് റോഡ്, ആ സർവീസ് റോഡിലേക്ക് വീഴാതെ ദൈവം അന്ന് രക്ഷിച്ചു. അമ്മ മാതാവും. അന്നേ ദിവസം ഒരു പ്രത്യേകത വെച്ചാൽ, ഞാൻ ഈ മകളെയും കൊണ്ട് യാത്ര പോകുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും സന്ധ്യാപ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശിയതിന് ശേഷമായിരുന്നു നമ്മൾ ആ യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയുടെ ആ പ്രാർത്ഥനകളിൽ കൃത്യമായി പോകുമ്പോൾ ഈശോ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുമെന്ന് ഉള്ള ഏറ്റവും വലിയൊരു തെളിവായിരുന്നു. സർവീസ് റോഡിലേക്ക് പോയി വീഴുന്നാൽ പിന്നെ ഞങ്ങളുടെ ആ കുടുംബം തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. ആ ഒരു നിലയിലേക്ക് വലിയ താഴ്ന്ന സ്ഥലത്താണ് ബൈപ്പാസിൻ്റെ സർവീസ് റോഡ്. അതിൽ നിന്ന് ഈശോ ഞങ്ങളെ രക്ഷിച്ചു.
കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് പത്രം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു മടിയും കാണിക്കാതെ അന്നേ ദിവസം രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിനെ കൃത്യമായി 4 മടക്കി കൃത്യമായിട്ട് എല്ലാ പേപ്പറും എടുത്ത് മടക്കി മേശപ്പുറത്ത് വെച്ച് മടക്കി കൃത്യമായിട്ട് വച്ചതിന് ശേഷം ചിലപ്പോൾ കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിനാൽ ഞാൻ എന്ത് ചെയ്യുന്ന വീട്ടിൽ വെച്ച് തന്നെ ഒരുപാട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നത്. ഇവിടെ അച്ഛൻ്റെ നിർദ്ദേശം പോലെ ഞാൻ കൂടുതലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടു കൊടുക്കുന്നത്. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് കൊടുക്കാറില്ല, പല സ്ഥലങ്ങളിലുമായിട്ടാണ് ഞാൻ ഇങ്ങനെ പത്രങ്ങൾ കൊടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലും വഴിയോരങ്ങളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത്. ആരെങ്കിലും പത്രം വാങ്ങാൻ ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആ പത്രം കൊടുക്കുകയില്ല. പത്രം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഈ കൃപാസനത്തെക്കുറിച്ചും ഇവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അതിനോടൊപ്പം തന്നെ അവരെടുത്ത് ഇവിടെ വരാനുള്ള ആ വഴിയും മറ്റ് നിർദ്ദേശങ്ങളുമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വന്ന് പരിചയപ്പെട്ട കുറേ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ 2-3 സുഹൃത്തുക്കൾ ചേർന്ന് ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുക മാത്രമല്ല അവിടെയുള്ള അപ്പച്ചനമ്മച്ചിമാരുടെ കൂടെ ആരും സംസാരിക്കുവാൻ ഇല്ലാത്ത ആളുകളുടെ കൂടെ ഇരുന്ന് സംസാരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ വിശേഷങ്ങൾ ആ ആഴ്ചകളിൽ സംഭവിച്ച എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യും. അവർക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ എന്തൊക്കെയാണോ കുറവുള്ളതെന്ന് അവിടുത്തെ ഇൻചാർജിനെ വിളിച്ച് ചോദിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി അത് അവർക്ക് കൊടുക്കും, ഷെയർ ചെയ്യും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം മടങ്ങി വരികയും ചെയ്യും. അതുപോലെ തന്നെ ഞാനും വൈഫും ഈ രോഗീ സന്ദർശനം നടത്താറുണ്ട്. കുടുംബ യൂണിറ്റുകളിലൊക്കെ പ്രാർത്ഥനകളിൽ സജീവമായി പങ്കെടുക്കും. പിന്നെ വാർദ്ധക്യത്തിമായിരിക്കുന്നവർക്ക് കാണുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ ആരും അവശ്യനായി വരുന്ന ആളുകളെ കണ്ടാൽ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ചിലപ്പോൾ പൊതിച്ചോറ് വാങ്ങിക്കൊടുക്കും. എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. അപ്പോൾ മരുന്നിന് പൈസയില്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ ആവശ്യത. അപ്പോൾ ഞാൻ അവർക്ക് എന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ പൈസ സഹായിക്കുകയും മരുന്ന് വാങ്ങാനായിട്ട് സഹായിക്കും. ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണം, ചായയാണ് ആവശ്യമാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കും. പിന്നെ റെയിൽവേ സ്റ്റേഷനിലും വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ അവശരായി കണ്ടാൽ അവർക്ക് ഭക്ഷണപ്പൊതി വാങ്ങിക്കൊണ്ട് കൊടുക്കും. പിന്നെ ഞാനും വൈഫുമായിട്ട് ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞായറാഴ്ചകളിൽ വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും നല്ലൊരു നവമായ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചു. അതിനു മുമ്പേ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല, മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അധികമായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും പ്രവർത്തിക്കുവാനുള്ള തീക്ഷ്ണതയുണ്ട്. കുടുംബജീവിതത്തിലും കൃത്യമായ പ്രാർത്ഥന, അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം മുമ്പിലൊക്കെ ആണെങ്കിൽ കുടമ്പടിക്ക് മുമ്പിൽ എനിക്ക് പ്രാർത്ഥന എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കുമായിരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ എവിടെയായിരുന്നാലും, യാത്രയിലായിരുന്നാലും, വാഹനത്തിലായിരുന്നാലും, ആ സമയത്ത് ഞാൻ ട്രെയിനിലായിരുന്നാൽ പോലും അലാറം വെച്ച് രാവിലെ പ്രഭാതത്തിൽ തന്നെ 5:30 എണീറ്റ് പ്രഭാത പ്രാർത്ഥന പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഈവനിങ്ങിൽ എവിടെയായിരുന്നാലും അതും സന്ധ്യാപ്രാർത്ഥനകൾ മുടങ്ങാതെ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഇവിടെ ആയിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളൊരു പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ, ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ, ഈശോയെ വിശ്വസിച്ച് ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എവിടെയായിരുന്നാലും ഈശോയും അമ്മ മാതാവും ഞങ്ങളുടെ കൂടെ നടക്കുന്നു. നിങ്ങൾക്ക് മുമ്പേ നടക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നമ്മുടെ മുമ്പേ നടക്കും. മുമ്പേ അല്ല, ഞങ്ങളുടെ കൂടെ നടക്കും, കൈ പിടിച്ച് നടക്കും. എവിടെ പോയാലും എന്ത് ആവശ്യത്തിന്, ചെറുതും വലുതുമായ എന്ത് ആവശ്യത്തിന് പോയിരുന്നാലും കർത്താവ് അവിടെ ഉയർത്തി നിർത്തും, എല്ലാവരുടെയും മുമ്പിൽ നിർത്തും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യം. ഇനിയും എനിക്ക് 1-2 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും അടുത്ത് സാക്ഷ്യം പറയാനായിട്ട് വരും. ദൈവം അതിനു വേണ്ടിയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കളെയും അവിടെ നിന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈശോയുടെ ഈ തിരുമുമ്പിൽ വന്നു നിന്നുകൊണ്ട് നിങ്ങളോടും ഈ സാക്ഷ്യം, എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ ഇടയായ കൃപയ്ക്കായി ഈശോയ്ക്കും അമ്മ മാതാവിനും
കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 29 തീയതിയാണ്. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ ഇടയായത് യൂട്യൂബിൽ കൂടെയാണ് ഞാൻ ഇത് കാണുന്നത്, ഈശോയുടെ ഇവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാൻ ഇടയായത്. വളരെ പ്രാവശ്യം ആഗ്രഹിച്ചുവെങ്കിലും ദൈവം തിരുമനസ്സായപ്പോൾ മാത്രമാണ് എനിക്കിവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി ജീവിതത്തിലായിരിക്കുവാനും സാധിച്ചത്. ഈശോയ്ക്കും മാതാവിനും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.